നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഒന്നും ചെയ്തിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു നേതാക്കളും അടുത്തയാഴ്ച വൈറ്റ് ഹൌസ് സന്ദർശിക്കാനിരിക്കെ ട്രംപിന്റെ പ്രസ്താവന. സൗദിയിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപനങ്ങളിൽ 75% സ്വദേശികളാണെന്ന് ഉറപ്പാക്കണമെന്ന് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് കഴിഞ്ഞ ദിവസം കൈമാറിയ 4 ബന്ദികളുടെ മൃതദേഹങ്ങളിൽ ഷിരി ബിബാസിന്റേതില്ലെന്ന് ഇസ്രയേൽ അധികൃതർ. കൈമാറിയ മൃതദേഹങ്ങളുടെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമാണ് ഇസ്രയേലിന്റെ ആരോപണം. ജനനം മുതൽ എല്ലാ കുട്ടികൾക്കും അറബി ഭാഷാ പഠനത്തിന് സൗകര്യമൊരുക്കാനുള്ള നിർദ്ദേശവുമായി ദുബായ് ഭരണകൂടം. വ്ളാഡിമിർ സെലൻസ്കിയെ പുകഴ്ത്തി യുക്രൈനിലെ US പ്രതിനിധി ജനറൽ കീത്ത് കെല്ലോഗ്. യുദ്ധത്തിലായ ഒരു രാജ്യത്തിന്റെ ധീരനായ നേതാവെന്നാണ് വിശേഷിപ്പിച്ചത്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വിമർശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിക്കില്ലെന്ന് അറിയിച്ച് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. നേരിട്ടുള്ള വിദേശ നിക്ഷേപ ചട്ടങ്ങളുടെ ലംഘനം ആരോപിച്ച് BBC വേൾഡ് സർവീസ് ഇന്ത്യക്ക് പിഴ ചുമത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 3.44 കോടിയിലധികം രൂപയാണ് പിഴയായി ചുമത്തിയത്. വാർത്തകൾ വിശദമായി. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഒന്നും ചെയ്തിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു നേതാക്കളും അടുത്തയാഴ്ച വൈറ്റ് ഹൌസ് സന്ദർശിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രസ്താവന. സമാധാന ചർച്ചകളിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് വലിയ പ്രാധാന്യമില്ലെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ഒന്നിക്കണം. ഉക്രൈനുമായി ധാതു കരാർ ഉടൻ ഒപ്പിടുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. സൗദിയിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപനങ്ങളിൽ 75% സ്വദേശികളാണെന്ന് ഉറപ്പാക്കണമെന്ന് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം. രാജ്യത്തെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ സൗദികളെ ആകർഷിക്കുകയും അവരെ നിയമിക്കുകയും അവർക്ക് ഉചിതമായ തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യണമെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. തൊഴിൽ മേഖലകളിൽ പ്രാദേശികവൽക്കരണ നിരക്കുകൾ കണക്കാക്കുന്നതിനും അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങളെ തരംതിരിക്കുന്നതുമായി മന്ത്രാലയം ഇതിനകം നടപ്പിലാക്കി വരുന്ന നിതാഖാത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് തീരുമാനം. ജനനം മുതൽ എല്ലാ കുട്ടികൾക്കും അറബി ഭാഷാ പഠനത്തിന് സൗകര്യമൊരുക്കാനുള്ള നിർദ്ദേശവുമായി ദുബായ് ഭരണകൂടം. ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച ഒരു പുതിയ നയപ്രകാരം ദുബായിലെ എല്ലാ സ്വകാര്യ സ്കൂളുകളിലും പ്രാരംഭ ബാല്യകാല കേന്ദ്രങ്ങളിലും ജനനം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അറബി ഭാഷാ വിദ്യാഭ്യാസം നിർബന്ധമാക്കും. എമിറാത്തി സംസ്കാരം, ഭാഷ, പൈതൃകം എന്നിവയിൽ അഭിമാനബോധം വളർത്താൻ സഹായിക്കുന്ന തരത്തിൽ സ്കൂളുകളിലും സമൂഹത്തിലും അറബി ഭാഷാ ഉപയോഗം ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യമെന്ന് KHDA അറിയിച്ചു. UK-യിൽ പുതിയ നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി ഇനി കുട്ടികളെ കുറ്റകൃത്യപരമായി ചൂഷണം ചെയ്യുന്നത് പ്രത്യേക ക്രിമിനൽ കുറ്റമാക്കും. ഈ പുതിയ നിയമനിർമ്മാണം അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നിയമനിർമ്മാണം ഇരകൾക്ക് ശരിയായ സംരക്ഷണം ഉറപ്പാക്കുമെന്നും പലപ്പോഴും മറഞ്ഞിരിക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ സംഭവിക്കുന്നത് തടയാൻ ഈ നിയമനിർമ്മാണത്തിന് സാധിക്കുമെന്ന് ഹോം സെക്രട്ടറി യെവറ്റ് കൂപ്പർ വ്യക്തമാക്കി. ഉക്രൈനിൽ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വിമർശിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിക്കില്ലെന്നറിയിച്ച് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഉക്രൈനിലെ യുദ്ധത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും അത് അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗത്തെക്കുറിച്ചും യൂറോപ്പിനും US-നും ആരോപണമുള്ളതിനാൽ നിർണായകമായേക്കാവുന്ന കാര്യങ്ങൾക്കായി സ്റ്റാർമർ വരും ദിവസങ്ങളിൽ US-ലേക്ക് പോകുമെന്നാണ് സൂചന. യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുന്നതിന് സ്റ്റാർമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഒന്നും ചെയ്തിട്ടില്ലെന്ന് വെള്ളിയാഴ്ച ട്രംപ് ആരോപിച്ചതോടെയാണ് സ്റ്റാർമർ പ്രതികരിച്ചത്. അയർലൻഡിലെ 18 കൗണ്ടികളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഞായറാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യാത്രാ ബുദ്ധിമുട്ടുകളും വെള്ളപ്പൊക്ക സാധ്യതയുണ്ടാകുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ക്ലെയർ, കോർക്ക്, കെറി, ലിമിറിക്, വാട്ടർഫോർഡ്, ഡൊണേഗൽ, ഗാൽവേ, ലീട്രിം, മയോ, സ്ലൈഗോ, വെക്സ്ഫോർഡ്, വിക്ലോ എന്നിവിടങ്ങളിലും മുന്നറിയിപ്പുണ്ട്. വ്ളാഡിമിർ സെലൻസ്കിയെ പുകഴ്ത്തി ഉക്രൈനിലെ US പ്രതിനിധി ജനറൽ കീത്ത് കെല്ലോഗ്. യുദ്ധത്തിലായ ഒരു രാജ്യത്തിന്റെ ധീരനായ നേതാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഉക്രൈൻ പ്രസിഡന്റിനെ സ്വേച്ഛാധിപതി എന്ന് വിശേഷിപ്പിച്ച ഡൊണാൾഡ് ട്രംപിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സ്വരത്തിലാണ് കെല്ലോഗിന്റെ വാക്കുകൾ. 3 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം കെല്ലോഗ് വെള്ളിയാഴ്ച കീവ് വിട്ടു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് കഴിഞ്ഞ ദിവസം കൈമാറിയ 4 ബന്ദികളുടെ മൃതദേഹങ്ങളിൽ ഷിരി ബിബാസിന്റേതില്ലെന്ന് ഇസ്രയേൽ അധികൃതർ. കൈമാറിയ മൃതദേഹങ്ങളുടെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമാണ് ഇസ്രയേലിന്റെ ആരോപണം. ഹമാസ് നടത്തിയത് വെടിനിർത്തൽ കരാർ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ക്രൂരതയ്ക്ക് കനത്ത വില നൽകേണ്ടി
വരുമെന്നും വ്യക്തമാക്കി. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിൽ നടന്ന പ്രക്ഷോഭങ്ങളുടെ പ്രതീകമായിരുന്നു 32-കാരിയായ ഷിരി ബിബാസും മക്കളും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന മെഡിക്കൽ സംഘത്തിന്റെ റിപ്പോർട്ട്. പോപ്പിന്റെ ജീവന് ഭീഷണിയില്ല, എന്നാൽ അടുത്തയാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്ന് ഡോക്ടർ സെർജിലോ ആൽഫിയേരി അറിയിച്ചു. തന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും മറച്ചുവെക്കരുതെന്നും മാർപ്പാപ്പ നിർദ്ദേശിച്ചെന്നും ഡോക്ടർ വെളിപ്പെടുത്തി. രാജ്യത്തെ വിപണി വില നിർണ്ണയത്തിലെ സർക്കാർ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനായി UAE പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്തു. നാഷണൽ കമ്മോഡിറ്റി പ്രൈസ് കൺട്രോൾ പ്ലാറ്റ്ഫോം അഥവാ ദേശീയ ചരക്ക് വില നിയന്ത്രണ പ്ലാറ്റ്ഫോം എന്ന പുതിയ സംവിധാനമാണ് UAE സാമ്പത്തിക മന്ത്രാലയം ആരംഭിച്ചത്. കൂടുതൽ ശക്തമായ വിപണി മേൽനോട്ടത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് ഇത്തരമൊരു വില നിയന്ത്രണ പ്ലാറ്റ്ഫോമുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. അവശ്യ സാധനങ്ങളുടെ വില സ്ഥിരപ്പെടുത്തുന്നതിനും അന്യായമായ വിലവർദ്ധനവിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനും ഈ പ്ലാറ്റ്ഫോം ലക്ഷ്യമിടുന്നു. ദുബായ്, അബുദാബി, അൽ ഐൻ, അൽ ദഫ്ര മേഖലകളിൽ നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി ചുവപ്പും മഞ്ഞയും മൂടൽമഞ്ഞ് അലർട്ടുകൾ പുറപ്പെടുവിച്ചു. മൂടൽമഞ്ഞ് തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ദുബായിലെ ജബൽ അലി, അബുദാബിയിലെ ഗണ്ടൌട്ട്, അൽ ബദ്ബ, അൽ ഐനിലെ സിഹാൻ, അൽ ദഫ്ര മേഖലയിലെ മദീനത്ത് സായിദിന്റെ കിഴക്ക് എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. തീരദേശ ദ്വീപ്രദേശങ്ങളിൽ പരമാവധി താപനില 27 മുതൽ 31 ഡിഗ്രി സെൽഷ്യസ് വരെയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറഞ്ഞ താപനില 15 മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെയാകും. US സൈനിക നേതൃത്വത്തിലെ ഏറ്റവും ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥൻ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് CQ ബ്രൗണിനെ പുറത്താക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നമ്മുടെ രാജ്യത്തിന് 40 വർഷത്തിലേറെ നൽകിയ സേവനത്തിന് ജനറൽ ചാൾസ് CQ ബ്രൗണിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. അതോടൊപ്പം കൂടെ ജോലി ചെയ്യുന്ന മറ്റ് 5 ഉന്നത ഉദ്യോഗസ്ഥരെ മാറ്റുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റും പ്രതിരോധ സെക്രട്ടറിയും ദേശീയ സുരക്ഷ ഉറപ്പു നൽകുന്ന ഈ സ്ഥാനം വഹിക്കുന്ന US ചരിത്രത്തിലെ രണ്ടാമത്തെ കറുത്ത വർഗ്ഗക്കാരനാണ് ജനറൽ ബ്രൗൺ. സൈന്യത്തിലെ വൈവിധ്യം, തുല്യത, ഉൾപ്പെടുത്തൽ പരിപാടികൾ എന്നിവയിൽ ശ്രദ്ധ ചെലുത്തുന്നതിനാൽ ജനറൽ ബ്രൗണിനെ പുറത്താക്കണമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് മുമ്പ് പറഞ്ഞിരുന്നു. ബ്രസീലിൽ വീടുകൾക്ക് ഭീഷണിയായി വലിയ കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് മാരൻഹാവോ സംസ്ഥാനത്തെ ബുരിക്കുപൂവിൽ നിരവധി കെട്ടിടങ്ങൾ നശിച്ചിരുന്നു. 55,000 ജനസംഖ്യയിൽ ഏകദേശം 1,200 പേർക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 30 വർഷമായി ബുരിക്കുപൂ നിവാസികൾ നേരിടുന്ന വലിയ പ്രശ്നമാണിത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉക്രൈനെ വിമർശിച്ച് വീണ്ടും രംഗത്തെത്തി. അതേസമയം വ്ളാഡിമിർ പുടിനുമായുള്ള തന്റെ ഇടപെടലുകളെ അനുകൂലിക്കുകയും ചെയ്തു. എനിക്ക് പുടിനുമായി വളരെ നല്ല ചർച്ചകൾ ഉണ്ടായിരുന്നെന്നും എന്നാൽ ഉക്രൈനുമായി അത്ര നല്ല ചർച്ചകളല്ല ഉണ്ടായിരുന്നതെന്നും നാഷണൽ ഗവേണൻസ് അസോസിയേഷന്റെ യോഗത്തിൽ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ട്രംപും ഉക്രൈനിലെ വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ ഈ ആഴ്ച ആദ്യം മുതലേ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കനുസൃതമായി സൈനിക ഉദ്യോഗസ്ഥരുടെ ആവശ്യങ്ങൾക്ക് പ്രതിരോധ വകുപ്പിൽ മരവിപ്പിക്കൽ ആരംഭിക്കുമെന്ന് പേഴ്സണൽ ആൻഡ് റെസിഡൻസ് ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ഡാരിൻ സെൽനിക് പറഞ്ഞു. കാര്യക്ഷമത സൃഷ്ടിക്കുന്നതിനും പ്രസിഡന്റിന്റെ മുൻഗണനാ വകുപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും തൊഴിലാളികളെ 5 മുതൽ 8% കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സെൽനിക് കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച പെന്റഗൺ തങ്ങളുടെ തൊഴിലാളികളിൽ 5 മുതൽ 8% പേരെ പിരിച്ചുവിടാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. അടുത്തയാഴ്ച 5,400 പ്രൊബഷണറി തൊഴിലാളികളെ പിരിച്ചുവിടുമെന്നാണ് റിപ്പോർട്ട്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. കേന്ദ്ര സർക്കാർ ഓഡിറ്റിൽ ഉത്തരാഖണ്ഡിൽ വൻ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തി. നിരവധി നിയമലംഘനങ്ങൾക്ക് പുറമെ ഐഫോണുകൾ വാങ്ങുന്നതിനും ഓഫീസുകൾ മോടി പിടിപ്പിക്കുന്നതിനും വനസംരക്ഷണത്തിനും വേണ്ടിയുള്ള ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. 2021-22 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ടിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 2017-നും 2021-നും ഇടയിൽ സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് 607 കോടി രൂപ ചെലവഴിച്ചത്. വനം, ആരോഗ്യ വകുപ്പുകളും തൊഴിലാളി ക്ഷേമനിധി ബോർഡും ആസൂത്രണവും അനുമതിയുമില്ലാതെ പൊതുഫണ്ട് ഉപയോഗിച്ചതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നേരിട്ടുള്ള വിദേശ നിക്ഷേപ ചട്ടങ്ങളുടെ ലംഘനം ആരോപിച്ച് BBC വേൾഡ് സർവീസ് ഇന്ത്യക്ക് പിഴ ചുമത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 3.44 കോടിയിലധികം രൂപയാണ് പിഴയായി ചുമത്തിയത്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചതിനാൽ 3 ഡയറക്ടർമാർക്ക് 1.14 കോടി രൂപ വീതം പിഴയും ചുമത്തി. നേരത്തെ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി BBC വേൾഡ് സർവീസ് ഇന്ത്യക്കും 3 ഡയറക്ടർമാർക്കും ഫൈനാൻസ് മേധാവിക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഇതിനുശേഷമാണ് നടപടി ആരംഭിച്ചത്. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. കേരള ഹൈലൈറ്റ്സ്. PV അൻവറിനൊപ്പം പാണക്കാടെത്തി തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ. MPമാരായ മഹൂവ മൊയ്ത്ര, ഡെറിക് ഒബ്രിയാൻ എന്നിവരാണ് മുൻ MLAക്കൊപ്പം പാണക്കാടെത്തിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾക്കിടെയാണ് നേതാക്കൾ പാണക്കാടെത്തിയത്.
അൻവർ രാജിവെച്ച ഒഴിവിൽ നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം ഉപരിതെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന സാഹചര്യം കൂടിയാണിത്. NDA മുന്നണിയിൽ BDJS അസംതൃപ്തരെന്ന് SNDP യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ. മുന്നണിയിൽ മന്ത്രിസ്ഥാനവും ഗവർണർ സ്ഥാനങ്ങളും നൽകുന്നത് ഒരു വിഭാഗത്തിനാണെന്നും പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ആരെയും പരിഗണിക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചു. അതിന്റെ പരിഭവം BDJSനുണ്ടെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചു. NDA ഇന്നലെ വന്നവനെ തലയിൽ വയ്ക്കുന്നെന്നും പണ്ടേ ഉള്ളവനെ ചവിട്ടുന്നെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 109.43 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.65 രൂപ, ഒരു യൂറോ 90.59 രൂപ, ഒരു പൗണ്ട് 1.26 US ഡോളർ. ഇനി സ്പോർട്സ്. കേരള ക്രിക്കറ്റ് ടീം രഞ്ജി ട്രോഫി ഫൈനലിൽ കടന്നു. ഗുജറാത്തിനെതിരായ സെമി ഫൈനൽ മത്സരം സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ഒന്നാം ഇന്നിംഗ്സിൽ ലീഡിന്റെ കരുത്തിൽ കേരളം ഫൈനൽ കടന്നത്. രണ്ടാം ഇന്നിംഗ്സിൽ കേരളം 4 വിക്കറ്റ് നഷ്ടത്തിൽ 114 റൺസ് എടുത്തു. തുടർന്ന് മത്സരം അവസാനിപ്പിക്കാൻ ഇരു ടീമുകളും തീരുമാനിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഒന്നും ചെയ്തിട്ടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു നേതാക്കളും അടുത്തയാഴ്ച വൈറ്റ് ഹൌസ് സന്ദർശിക്കാനിരിക്കെ ട്രംപിന്റെ പ്രസ്താവന. സൗദിയിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപനങ്ങളിൽ 75% സ്വദേശികളാണെന്ന് ഉറപ്പാക്കണമെന്ന് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് കഴിഞ്ഞ ദിവസം കൈമാറിയ 4 ബന്ദികളുടെ മൃതദേഹങ്ങളിൽ ഷിരി ബിബാസിന്റേതില്ലെന്ന് ഇസ്രയേൽ അധികൃതർ. കൈമാറിയ മൃതദേഹങ്ങളുടെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമാണ് ഇസ്രയേലിന്റെ ആരോപണം. ജനനം മുതൽ എല്ലാ കുട്ടികൾക്കും അറബി ഭാഷാ പഠനത്തിന് സൗകര്യമൊരുക്കാനുള്ള നിർദ്ദേശവുമായി ദുബായ് ഭരണകൂടം. വ്ളാഡിമിർ സെലൻസ്കിയെ പുകഴ്ത്തി യുക്രൈനിലെ US പ്രതിനിധി ജനറൽ കീത്ത് കെല്ലോഗ്. യുദ്ധത്തിലായ ഒരു രാജ്യത്തിന്റെ ധീരനായ നേതാവെന്നാണ് വിശേഷിപ്പിച്ചത്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വിമർശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിക്കില്ലെന്ന് അറിയിച്ച് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. നേരിട്ടുള്ള വിദേശ നിക്ഷേപ ചട്ടങ്ങളുടെ ലംഘനം ആരോപിച്ച് BBC വേൾഡ് സർവീസ് ഇന്ത്യക്ക് പിഴ ചുമത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 3.44 കോടിയിലധികം രൂപയാണ് പിഴയായി ചുമത്തിയത്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.